കണ്ണൂരിൽ ചൊക്ലി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പയ്യൻ, അതായത് അവനെ +2 വിദ്യാർത്ഥിയാണ്. അവൻ്റെ പേര് ശിവസൂര്യ. അവനെ കാശിക്ക് പോയി. കാശിക്ക് വന്ന് എഴുതി വെച്ചു. ഏത് കാശിയിലോട്ടാണ് പോയെന്ന് നമുക്കറിഞ്ഞൂടാ. ഏതായാലും അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇവനെ മൊബൈലിൽ കളിക്കും. മൊബൈലിൽ കളിക്കുകയല്ല ചെയ്തുകൊണ്ടിരുന്നത്, മൊബൈലിൽ അതായത് ഈ ഗെയിം, പണം വെച്ചുള്ള ഗെയിം ഉണ്ടല്ലോ, കളിക്കും. അങ്ങനെ ഒരുപാട് പണം കളിച്ച് കളഞ്ഞു. അങ്ങനെ ഒരു നിവൃത്തിയില്ലാതായപ്പോൾ ഇവൻ്റെ അച്ഛനുണ്ടല്ലോ നല്ലൊരു കാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ വാങ്ങിച്ച് അങ്ങ് കൈ വെച്ചു. അയാൾ കൊടുത്തില്ല. അവന് മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ അവനെ പണം വെച്ച് അതിനകത്ത് റമ്മി കളിക്കും, അതേപോലുള്ള ഇടപാട് നടത്തും, ഓൺലൈൻ ഗെയിം കളിക്കും, കാശ് നഷ്ടപ്പെടുത്തും. അങ്ങനെ പൈസ നഷ്ടപ്പെടുത്തിയതുകൊണ്ട് അയാൾക്ക് പിന്നെ അങ്ങനെ കളയാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് അയാൾ ഈ മൊബൈൽ വാങ്ങിച്ചു വെച്ചു. അതൊരു അച്ഛനെ സംബന്ധിച്ചിടത്തോളം ശരിയായ കാര്യം ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇവന്മാർ ഇപ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പിള്ളേരുണ്ടല്ലോ, ഈ ഇങ്ങനെയുള്ള പെരുമാറ്റം, അത് ആൺപിള്ളേർ മാത്രമല്ല പെൺപിള്ളേരും ഇതിനപ്പുറമാണ് പെരുമാറുന്നതെന്ന് പറഞ്ഞാൽ വളരെ മോശമായ രീതിയിലാണ് ഈ രീതി പെരുമാറുന്നത്. അപ്പോൾ അവർ ഒരുപാട് പേർക്ക്, ഒരുപാട് കുഞ്ഞുങ്ങൾ, അതായത് കൊച്ചുനാളിൽ മുതലേ ഈ കരച്ചിൽ മാറ്റാനായിട്ട് മൊബൈൽ കൊടുക്കും. മൊബൈൽ കിട്ടിയാൽ കരച്ചിൽ അന്നേരം നിർത്തും. മൊബൈൽ വാങ്ങിച്ചു പോയാലോ ഭയങ്കര നിലവിളി. അവിടെ കിടന്ന് കരഞ്ഞോട്ടെന്ന് വിചാരിക്കണം. ഞാനിത് ഒരുപാട് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാനീ പറഞ്ഞത്. എൻ്റെ കൊച്ചുമക്കളിൽ ഒരുത്തന്നെ ഇതുപോലെ തറയിൽ കിടന്നങ്ങ് കരയുമായിരുന്നു. ഇത് മൊബൈൽ കൊടുത്തില്ല, കരയും. അപ്പം ഞങ്ങളൊരു കാര്യം ചെയ്തു. ഇത് നമ്മൾ ആരും ശ്രദ്ധിക്കത്തില്ല. ഈ അവിടെ കിടന്ന് കരഞ്ഞോട്ടെന്ന് വിചാരിക്കും. അവിടെ കിടന്ന് ഉരുളും കാര്യം. കുറച്ച് കഴിയുമ്പോൾ അവന് തന്നെ ബോറടിക്കും ഈ കരച്ചിൽ. എന്നിട്ട് എന്താ ചുറ്റുമൊക്കെ നോക്കുമ്പോൾ നമ്മളിത് കാണുന്നുണ്ട്, പക്ഷെ നമ്മളെല്ലാം വേറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളിരിക്കുക, നമ്മളിത് ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാവുമ്പോൾ അത് തട്ടി തൂത്തിട്ട് തന്നെ എണീറ്റ് നടന്നങ്ങ് പോവും. ഇത് ഒരു 2-3 തവണ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ മുതൽ അവൻ്റെ ആ സർക്കസ് അങ്ങ് നിർത്തി. പിന്നെ ഇത് കൊടുക്കത്തുമില്ല. കണ്ണ് ചീത്ത എന്നുള്ളതാണ് വളരെ. അതായത് എനിക്ക് ഷോർട്ട് സൈറ്റ് ഉണ്ട്, എൻ്റെ മകൾക്കും ഷോർട്ട് സൈറ്റ് ഉണ്ട്, മകളുടെ 2 മക്കൾക്കും ഷോർട്ട് സൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ മൂത്ത മോളുടെ 2ാമത്തെ മോനും ഷോർട്ട് സൈറ്റ് ഉണ്ട്. ഇവന്മാർ അതായത് കണ്ണ് എന്നാൽ ഈ മൊബൈലിൻ്റെ ഉപയോഗം ഇപ്പോഴും നടക്കുന്നുണ്ട്. കാരണം അത് വന്നത് എങ്ങനെയെന്നറിയോ? ഈ കുട്ടികൾക്ക് ഇത് നമ്മളെ ഈ കോവിഡിൻ്റെ സമയത്തുണ്ടല്ലോ ഓൺലൈൻ ക്ലാസ്സുകൾ വന്നു. അത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല, ഓൺലൈനായപ്പോൾ നമുക്ക് മൊബൈൽ കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഉടനെ മൊബൈൽ വാങ്ങിച്ചു കൊടുക്കും, അല്ലെ ഐപാഡ് കൊടുക്കും. അപ്പോൾ ഇതൊക്കെ കൊടുത്തിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടേ, ഇതിനകത്ത് ഇത് കാണണമല്ലോ. വാട്സാപ്പിൽ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ ഓൺലൈനിൽ ഉള്ള ആ ക്ലാസ്സുകൾ കാണണം, ഇതൊക്കെ വേണം, ശബ്ദമൊക്കെ വേണം, നെറ്റ് കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ നെറ്റ് കൊടുത്തു കഴിഞ്ഞാലുള്ള ദൂഷ്യം എന്ന് പറയുന്നത് എന്താണെന്നറിയാം? നമ്മുടെ സാന്നിധ്യത്തിലല്ലാതെ നെറ്റ് എടുത്താൽ അത് ഒരു വളരെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. കാരണം അവർ എന്തൊക്കെയാണ് കാണുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഈ പോണോഗ്രാഫിക് സൈറ്റ്സ് എന്നൊക്കെ പറയുന്ന ഒരുപാടുണ്ട്. അതായത് കോടിക്കണക്കിന് സൈറ്റ്സാണുള്ളത്. അപ്പോൾ അതിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഒരു വഴി തിരിഞ്ഞു പോകും കുട്ടികൾ. കാരണം സെക്സ് പെർവേർഷൻസ് ഒക്കെയാണ് അത് ഈ കാണിക്കുന്നത് മുഴുവൻ. അങ്ങനെയൊക്കെയുള്ള വൃത്തികളെല്ലാം കാണിക്കും. ശരി, അതായത് മാനസിക അസുഖമുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അങ്ങനെയുള്ളതെല്ലാം അതിൽ കാണിക്കും. അൺനാച്ചുറൽ സെക്സാണ് അത് കാണിക്കുന്നതൊക്കെ. ആ രീതിയിലൊക്കെ വരും. അങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഇവർ മനസ്സ് തന്നെ തിരിഞ്ഞു പോകും. അപ്പം ഇതിപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ എൻ്റെ എൻ്റെ കൊച്ചുമോൻ്റെ അടുത്ത് ഞാനൊരു കാര്യം ചെയ്തു കഴിഞ്ഞു. ഞാൻ ഈ TV ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കേട്ടോ, ഈ OTTയിലുള്ള ഈ സിനിമകളുടെ പേരൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോയി. അപ്പോൾ അതിനകത്ത് എന്തോ സെക്സ് ആൻഡ് സിറ്റി എന്നോ സെക്സ് ആൻഡ് ലൈഫ് എന്നോ ഏതാണ്ട് ഒരെണ്ണം വന്നു. അതിനകത്ത് മോശമായൊരു പടം, നഗ്നതയുള്ള ഒരു പടം കണ്ടവൻ അയ്യേ എന്നവയിരുന്നു പറഞ്ഞു. എനിക്ക് സമാനമായി. പിന്നെ ഞാനത് മാറ്റി. ഞാൻ മനഃപൂർവ്വം ചെയ്തതാ. കാരണം ഇവൻ എങ്ങനെ പ്രതികരിക്കും, അല്ലെങ്കിൽ ഇത് എന്നുള്ളതൊന്നും എനിക്കൊന്ന് അറിയണമായിരുന്നു. അതിന് വേണ്ടി ചെയ്താൽ അപ്പോൾ എനിക്ക് സമാനമായി. കുഴപ്പമില്ല, കാരണം അവന് ഇത് കാണാൻ താല്പര്യമുള്ളവനല്ല എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെയുള്ളവരെ നമുക്ക് വിശ്വസിക്കാം. അവനെ തന്നെ എന്ന് പറഞ്ഞാൽ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ഏതായാലും അവനത്ര ആ പക്വത വരണം. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നെറ്റ് കൊടുത്താൽ നമ്മൾ കാണണം, യവന്മാരെന്താ നോക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം.
അപ്പം ഇത് ഇപ്പം ഏതായാലും യുവന്മാരുടെ കാര്യത്തിൽ അത് വേണ്ടി വന്നില്ല. കാരണം അവന്മാർക്ക് ആ ബോധമുണ്ട്, അവബോധം ഉണ്ടായി എന്നുള്ളതാണ്. ഇനി എന്താണെന്ന് ഈ പിള്ളേർ ഈ കണ്ണൊക്കെ ചീത്തയാവും. ഇപ്പം അത് വളരെ കുറച്ചാണ് കൊടുക്കുന്നത് മൊബൈൽ കാണാൻ, എന്നാലും കാണും. പിന്നെ മാർക്കം കാണാൻ പരീക്ഷയെ കുറഞ്ഞ അത് ഇളയ മക്കളുടെ രണ്ടവന്മാർക്ക് മാർക്കൊന്നും കുറയുന്ന പ്രശ്നമില്ല. ഈ മൂത്തന് അവന്മാർ ശ്രദ്ധിക്കാതിരുന്ന് മാർക്ക് കുറയും. നല്ല മിടുക്കരാണ്. പക്ഷേ അപ്പോൾ എന്തെന്നറിയോ, ഈ മൊബൈൽ കളിക്കുന്ന അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നത് എന്തോന്നറിയോ, മൊബൈൽ വാങ്ങിച്ചങ്ങ് വെക്കും. അവരത് ചെയ്യാറുണ്ട്. എൻ്റെ മരുമോനെ ഈ മൊബൈൽ വാങ്ങിച്ചങ്ങ് വെക്കും. അപ്പം വെച്ച് കഴിഞ്ഞ് പിന്നെ കൊടുക്കുകയല്ല. കാരണം മാർക്ക് കിട്ടിയിട്ട് കൊടുത്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ പഠിക്കാനൊരു വാശി വരും. അങ്ങനെ പഠിപ്പിച്ചാലേ നടക്കുള്ളൂ, അല്ലാതെ പഠിക്കത്തില്ല. അങ്ങനെ നോക്കും. നല്ല ബുദ്ധിയുള്ളവന്മാരാ. പക്ഷേ പഠിക്കണമെങ്കിൽ ഇതുപോലുള്ള കൊയേഴ്സീവ് സ്റ്റെപ്സ് എടുക്കണം. അങ്ങനെയാണ് ഈ പാവപ്പെട്ട അച്ഛൻ, ഈ കണ്ണൂരിലെ ചൊക്ലിയിലെ ഈ അച്ഛൻ അദ്ദേഹം നല്ലൊരു കാര്യമാണ് ചെയ്തത്. കാരണം ഇവൻ ഇതുപോലെ ഓൺലൈൻ ഗെയിം കളിച്ച് പൈസ കളയുന്നു. ഇത് ഒരുപാട് അസുഖങ്ങൾ വരും കേട്ടോ. അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴുത്തിനൊക്കെ അസുഖം വരും. പെടലിയൊക്കെ വളരെ തിരിക്കാൻ വയ്യാതാവും, വളരെ ബുദ്ധിമുട്ട് വരും. കൊച്ചു കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാനസിക വിഭ്രാന്തി വരെ അവർക്ക് വരും. കാരണം ഇത് കണ്ട് ആ രീതി വരും. അത് അങ്ങനെ അസുഖമായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. ഇതുപോലെ കൊച്ചുനാളിൽ തന്നെ ഇത് കൊടുക്കുന്നത് ഇതൊരു അഡിക്ഷനാണ് ഈ മൊബൈൽ എന്ന് പറയുന്നത്. ഇതുപോലെ അങ്ങനെ ആയിപ്പോയി നമ്മുടെ തലമുറ. പിന്നെ ഇപ്പം നമുക്ക് തന്നെ ഇപ്പോൾ ഇതില്ലാതിരിക്കാൻ പറ്റുമോ? ഇപ്പോൾ നമുക്ക് പണം ട്രാൻസ്ഫർ നടത്തണം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു GPay ചെയ്യണം, ഏതെങ്കിലും സാധനം വാങ്ങിച്ചാൽ ഇപ്പോൾ അതായത് മത്സ്യം വാങ്ങാൻ പോകുന്നിടത്തോ, മാംസം വാങ്ങാൻ പോകുന്നിടത്തോ, അല്ലെന്നുണ്ടെങ്കിൽ പച്ചക്കറി വാങ്ങാൻ പോകുന്നിടത്തോ, ചെറിയ റോഡിൽ വെച്ച് ചെറിയ കച്ചവടങ്ങൾ, ഇപ്പോൾ പഴങ്ങളൊക്കെ ഫ്രൂട്ട്സൊക്കെ കച്ചവടം ചെയ്യുമല്ലോ, പേരയ്ക്ക, അവിടെ പോലും പൈസ കൊടുക്കണമെങ്കിൽ ചില്ലറയൊക്കെ എടുത്ത് കൊടുക്കാൻ വലിയ പാടാണ്. അവർക്ക് വേണ്ടത് ഇതാണ്, പേയ്മെൻറ്റ് GPay ചെയ്താൽ മതി. അതാണ് അവർക്ക് ആവശ്യം, GPay. അതുകൊണ്ട് GPay ചെയ്യേണ്ടത് കൊണ്ട് നമുക്കിത് ഉപയോഗിക്കാതിരിക്കാനും പറ്റത്തില്ല. പക്ഷെ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം GPay വളരെ കുറവ് ആവശ്യമേ വരുള്ളൂ. വരുന്നത് ഈ വണ്ടി ഒക്കെ യൂബറൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ വരണമെങ്കിലോ പോകണമെങ്കിലോ ഒക്കെ കൊച്ചുങ്ങൾക്കും ഇതാവശ്യം വരും. അപ്പോൾ അവർക്ക് അച്ഛനും അമ്മയ്ക്കും ഇതിന് മെസ്സേജ് കിട്ടത്തക്ക വേണം, ഈ GPay ഉപയോഗിക്കുന്നതിൻ്റെ മെസ്സേജ് കിട്ടത്തക്ക വേണം ഇത് കൊടുക്കാൻ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർച്ചേസ് നടത്തുന്നു, അതിനും ഈ മെസ്സേജ് അച്ഛനും അമ്മയ്ക്കും കിട്ടണം. ആ രീതി വേണം അത് ചെയ്യാൻ. അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് ഈ രീതിയിൽ വേണം അതൊക്കെ കൺട്രോൾ ചെയ്യാൻ. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നമ്മുടെ ഒരു മുൻകാല നടി, ഇപ്പോൾ സിനിമയിലൊന്നും ഉണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ആയിട്ടുള്ള ഷക്കീല എന്ന് പറയുന്ന ലേഡി, അവരുടെ കഴുത്തിന് സർജറി നടത്തേണ്ടതിനെ കുറിച്ച് വന്ന പ്രൊലോങ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടതിനെ കുറിച്ച് വന്നു. കാരണം കിടന്നുകൊണ്ട് വീഡിയോ കാണുക, അവർ ഈ മൊബൈൽ കാണുക എന്നുള്ളതാണ്. അതിലെ ഓരോ കാര്യങ്ങൾ കാണുക, വീഡിയോസ് കാണുക, മൊബൈലിലെ വാർത്ത യൂട്യൂബ് കാണുക, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന് കിടന്നുകൊണ്ട് കണ്ടുകൊണ്ടിരുന്ന് എന്നിട്ട് അവരുടെ കഴുത്തിന് അസുഖമായിട്ടതായിട്ടുള്ളത് വായിക്കാനിടയായി. പത്രത്തിലടിച്ച് വന്നതാണ്. അപ്പോൾ അങ്ങനെ വന്നു. അപ്പോൾ അത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഈ പൊസിഷൻ പോലും ശരിയല്ലാതെ ഇത് നോക്കിയാൽ വലിയ കുഴപ്പം വരും. എപ്പോഴായാലും ശരി, ഈ കുട്ടികൾക്ക് മൊബൈലിൻ്റെ ഉപയോഗം നമ്മൾ കുറച്ചേ പറ്റുള്ളൂ. മാത്രമല്ല അവർ എന്തൊക്കെയാണ് കാണുന്നതെന്ന് നമുക്ക് നോക്കുകയും വേണം. ഇപ്പോൾ എന്താണെന്നറിയാമോ, ഇവൻ എഴുതി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. കാശിക്ക് പോവുകയാണെന്ന്. കാശി പോകുന്ന എന്തിനാണെന്നറിയാം, എന്നിട്ട് അവിടെ താമസിച്ച് ദൈവത്തിൽ അലിയാൻ പോവാന്ന്. എങ്ങനെ അലിയും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. അലിഞ്ഞു പോകാനായിരിക്കും. അപ്പോൾ അതിനെ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഒക്കെ എഴുതി അതിനൊരു കമൻ്റ് എഴുതിയേക്കുന്ന ഒരുത്തൻ്റെ കമൻ്റ് ചെയ്യാൻ കണ്ടു. ഇനി ഇവനെ നമ്മൾ കാണാൻ പോകണമെങ്കിൽ നമ്മൾ ശിവഗംഗയിലോ എവിടെയോ പിന്നെ ഒക്കെ പോകണമെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. സരയു അവിടെയൊക്കെ പോകണം, അങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെ പോകാൻ വലിയ ആളാവും എന്ന് എഴുതി വെക്കുന്നവന്മാർ പോലും ഉണ്ട്. ഇവൻ വലിയ ആളാവുമെന്ന് പറയുന്നവൻ എന്ത് ചെയ്താൽ വെക്കും? ബോധമില്ലാത്ത ഒരു പയ്യൻ, അവൻ +2 പഠിക്കുന്നവനാണ്. അവൻ അത്രേ ആയുള്ളൂ, മാനസിക വളർച്ചയുള്ളൂ. അവൻ ഈ പണം ഇതുപോലെ വെച്ച് കളിച്ച് അതിനെ അച്ഛൻ വാങ്ങിച്ചു വെച്ചത് മര്യാദയ്ക്കാണ് അയാൾ ചെയ്തത്, നല്ലൊരു കാര്യവുമാണ്. അവൻ ഇറങ്ങി അങ്ങ് പോയി. ഇപ്പോൾ അതിനെ അന്വേഷണം നടക്കുകയാണ്. ഇപ്പോൾ ഒരു SIT ഇന്ന് 9 ദിവസമായി ഇന്ന് പോയിട്ട്, ഇതുവരെ വേറെ പൊസിഷനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. അപ്പോൾ അതിന് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ണൂർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അന്വേഷണം നടക്കുകയാണ്. ആ കുട്ടിയെ എങ്ങനെയെങ്കിലും ആ മോനെ കണ്ടു കിട്ടണം എന്നുള്ള ഒരു പ്രാർത്ഥനയുള്ളൂ എനിക്ക്. അവനെ കണ്ടു കിട്ടി തിരിച്ചു കൊണ്ടുവരണം.
അത് അവനെ കുറച്ചുകൂടെ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാവരും കൂടെ ഈ ശ്രദ്ധിച്ചാൽ തന്നെ ഇനി അവൻ പോകത്തുമില്ല. പോയപ്പോൾ എന്നറിയാം, 3 ജോഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഒരു 3000 രൂപ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഇയാളെ. അതുകൊണ്ടാണ് പോയേക്കുന്നത്. ഈ 3000 രൂപ എന്നൊക്കെ പറയുന്നത് അവന് ഒരു 3 ദിവസം കൊണ്ട് അങ്ങ് തീർന്നു പോകും. മിക്കവാറും അവൻ ഒരു മൊബൈൽ ഇപ്പം വാങ്ങിച്ച് കാണും, എവിടുന്നെങ്കിലും ഒരു സെക്കൻഡ് ഹാൻഡ് മൊബൈലോ എങ്ങാനും വാങ്ങിച്ച് കാണും. അതിന് ആ പൈസ കഷ്ടിച്ച് കാണുള്ളൂ. ഇതൊക്കെ ഉള്ളൂ. ഇതാണ് നമുക്കിപ്പോൾ നോക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്. ഈ കുട്ടികളെക്കുറിച്ച് നമ്മൾ ഒരുപാട് വ്യാകുലപ്പെടേണ്ട ഒരു കാലമാണ്. ചിന്തിക്കണം.